ഒരാൾ ഇന്ന് വെള്ളത്തിൽ പൊക്കി കിടന്നു. എനിക്ക് നീന്താ അറിയില്ല, വെള്ളം പേടിയാ. വെള്ളത്തിനുള്ള പേടി മാറിയോ? പേടി മാറി. രസമുണ്ട് പൊക്കി കിടക്കാൻ. നമസ്കാരം. നമ്മളിന്ന് ജലശയനം പരിശീലനത്തിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു നല്ലൊരു കുളമുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുളമാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുകയാണ്. എല്ലാവരും കുറേ ദിവസമായി പറയുന്നു ജലശയനമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറയാറുണ്ട് ഇങ്ങനെയുള്ള യോഗയിലെ ചില കാര്യങ്ങൾ. ഇത് പരിശീലനം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഏകദേശം ഞങ്ങളൊരു 10 ആളാണ് അവിടെ പുറപ്പെട്ടത്. അതിലൊരു 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. അതുപോലെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘാംഗമാണ്. അതിൽ 2 പേർക്ക് തീരെ നീന്തൽ അറിയാത്തവരാണ്. ഒരാൾക്ക് അതിൽ വെള്ളത്തിന് വളരെ പേടി കൂടിയായിരുന്നു. അപ്പോൾ ആ 2 പേരെയും നമ്മളെല്ലാവരെയും വെള്ളത്തിലിറക്കി എല്ലാവരെയും വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള പരിശീലനങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. 2 പേരും അത്യാവശ്യം തീരെ വെള്ളത്തിന് പേടിയുള്ളവർ പോലും നീന്താൻ അറിയാത്തവർ പോലും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ സന്തോഷം ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. അനുഭവമാണ്. ഇതേപോലെ യോഗയിൽ ചെയ്യുന്നറിയാം, പക്ഷെ ആദ്യമായിട്ടാണ് അതിനൊരു പ്രാക്ടീസ് ചെയ്യുന്നത്. തീർച്ചയായും നല്ലൊരു ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കുളത്തിലായിട്ട് നീന്തല്. ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇന്നിപ്പോ കുറച്ച് നീന്താനൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷം. നല്ലൊരു അനുഭവമായിരുന്നു. ജലശയന പ്രാക്ടീസിന്റെ ആദ്യഘട്ടങ്ങളൊക്കെ ഏകദേശം ലെവലായി വരുന്നുണ്ട്. ഈ മാസം ദിവസമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ജലശയനം എന്നാൽ എനിക്ക് കുറച്ച് സമയമെടുത്തെങ്കിലും അത് പൂർത്തീകരിക്കാൻ പറ്റി. വളരെ സന്തോഷം. അതുപോലെ നമുക്ക് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ പരിശീലനത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ ഉള്ള നമ്പറിലൊന്ന് ബന്ധപ്പെട്ടോളൂ.